കടലിന് നടുവിൽ പ്രകൃതി വരച്ച ഒരു അദൃശ്യ മതിൽ. വെറും 35 കിലോമീറ്റർ ദൂരവ്യത്യാസത്തിൽ രണ്ട് വേറിട്ട ലോകങ്ങൾ. എന്താണ് ഈ വാലസ് ലൈൻ രഹസ്യം? ഇന്തോനേഷ്യയിലെ ബാലി, ലംബോക്ക് എന്നീ ദ്വീപുകൾ തമ്മിൽ വലിയ ദൂരമില്ല, ഒരേ കാലാവസ്ഥയുമാണ്. പക്ഷെ ബാലിയിൽ ഏഷ്യൻ വൻകരയിലെ പുലികളും ആനകളുമുള്ളപ്പോൾ തൊട്ടടുത്ത ലംബോക്കിൽ ഓസ്ട്രേലിയൻ വൻകരയിലെ കങ്കാരുക്കളെയും കൊക്കറ്റൂകളെയും കാണാം. ഇതെങ്ങനെ സംഭവിച്ചു? 1854 ബ്രിട്ടീഷ് പ്രകൃതിശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് റസൽ വാലസ് ആണ് ഈ വിചിത്രമായ പ്രതിഭാസം കണ്ടെത്തുന്നത്. ഇന്തോനേഷ്യയിലൂടെ കടന്നുപോകുന്ന ഈ വാലസ് ലൈൻ പ്രകൃതിയിലെ തന്നെ ഏറ്റവും വലിയ അതിർവരമ്പുകളിൽ ഒന്നാണ്. ഇത്ര ചെറിയ ദൂരത്തിനിടയിൽ എങ്ങനെ ഇത്ര വലിയ മാറ്റമുണ്ടായി? ഉത്തരം കടലിനടിയിലാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂഖണ്ഡങ്ങൾ വേർപെട്ടപ്പോൾ ഉണ്ടായ അതിഭീകരമായ ആഴമുള്ള ഒരു സമുദ്രഗർത്തം ഈ രണ്ട് മേഖലകൾക്കുമിടയിലുണ്ട്. ഹിമയുഗകാലത്ത് കടൽനിരപ്പ് താഴ്ന്നപ്പോഴും ഈ ഗർത്തം കടക്കാൻ കരജീവികൾക്ക് കഴിഞ്ഞില്ല. പ്രകൃതി അവിടെ ഒരു അദൃശ്യ അതിർത്തി തീർത്തു. മൃഗങ്ങൾ മാത്രമല്ല, പറക്കാൻ ശേഷിയുള്ള പക്ഷികൾ പോലും ഈ അദൃശ്യരേഖ മുറിച്ചു കടക്കാൻ മടിക്കുന്നു എന്നതാണ് ഈ പ്രകൃതി മതിലിന്റെ ഏറ്റവും വലിയ അത്ഭുതം. ഭൂശാസ്ത്രപരമായി ഏഷ്യയെയും ഓസ്ട്രേലിയയും വേർതിരിക്കുന്ന ഈ വാലസ് ലൈൻ ഇന്നും പരിണാമശാസ്ത്രത്തിലെ വലിയൊരു അത്ഭുതമാണ്. പ്രകൃതിയുടെ ഈ അദൃശ്യ മതിലിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള അറിവുകൾക്കായി ഷോർട്ട് ആൻഡ് ഷാർപ്പ് സബ്സ്ക്രൈബ് ചെയ്യൂ.